തിരുവനന്തപുരം വഴുതക്കാട് കാറിടിച്ച് 2 ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റതിൽ നടൻ മണിയൻപിള്ള രാജു അറസ്റ്റിലായി. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായ മണിയൻപിള്ള രാജുവിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഭയം കാരണമാണ് വാഹനം നിർത്താതിരുന്നതെന്നാണ് മണിയൻപിള്ള രാജുവിന്റെ മൊഴി. പരിക്കേറ്റ യുവാക്കളെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കും. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി 9:30യോടെയാണ് ട്രിവാൻഡ്രം ക്ലബിന് സമീപത്ത് നിന്ന് അദ്ദേഹം ജവഹർ നഗറിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോകുന്ന വഴിയാണ് മണിയൻപിള്ള രാജുവിൻ്റെ ഈ വാഹനം അതുവഴി എതിർ ദിശയിൽ വരികയായിരുന്ന ഒരു ബൈക്കിനെ ഇടിച്ച് തെറിപ്പിച്ചത്. ആ വാഹനം ഇടിച്ച് 2 യുവാക്കൾ നിവേദിത് കൃഷ്ണ സൂരജ് എന്നീ 2 യുവാക്കൾക്കാണ് പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ 2 ആശുപത്രികളിലേക്ക് മാറ്റി. പക്ഷേ ഈ വാഹനം നിർത്താതെ പോയി. തുടർന്ന് ഈ വാഹനത്തിൻ്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് മണിയൻപിള്ള രാജുവിൻ്റെ വാഹനമാണ് ഇതെന്ന് തിരിച്ചറിയുന്നത്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വലിയ തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ വാഹനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ റോഡിൻ്റെ 2 വശങ്ങളായി ചിതറിക്കിടക്കുകയാണ് വഴുതക്കാട്. അതിനുശേഷം ഇന്ന് രാവിലെയാണ് മണിയൻപിള്ള രാജു തന്നെ പരസ്യമായ പ്രതികരണവുമായി രംഗത്തെത്തിയത്. അതായത് തൻ്റെ വാഹനമാണ്, താനാണ് ഓടിച്ചിരുന്നത്, പക്ഷേ താൻ പാനിക്കായി പോയി വാഹനം ഇടിച്ച ശേഷം അതുകൊണ്ടാണ് നിർത്താതെ ജവഹർ നഗറിലേക്ക് പോയതെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് മണിയൻപിള്ള രാജു 2 പ്രമുഖർക്കൊപ്പം എത്തിയത്. ഞാൻ ഇടിച്ചിട്ട് അങ്ങനെ നിർത്താതെ പോകുന്നതല്ല, എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. സ്പീഡിൽ വന്നിട്ട് ഞാൻ ട്രിവാൻഡ്രം ക്ലബിൻ്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെയല്ലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് CCTVയിൽ കാണാം. ഞാൻ ക്രോസ് ചെയ്ത് ഇവർ എന്തോ ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡൻ്റാണ് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ പെർപ്ലസ്ഡായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യ ഹാളിൽ നിന്ന് ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു, ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടോ പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അറേഞ്ച് എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, രാവിലെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. വയ്യാത്ത ആളാണ്. മ്യൂസിയം സ്റ്റേഷനിലെത്തി അദ്ദേഹം കുറ്റം സമ്മതിക്കുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയത്. തുടർന്ന് വീണ്ടും അദ്ദേഹത്തെ സംഭവസ്ഥലത്ത് എത്തിച്ച് പിന്നീട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അവിടെ വെച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ മണിയൻപിള്ള രാജുവിനെ വിട്ടയച്ചിരിക്കുകയാണ്. നിലവിൽ 2 വകുപ്പുകൾ ചുമത്തിയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 281, 125A, അതോടൊപ്പം മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 134A, 134B ഈ വകുപ്പുകൾ ചുമത്തിയാണ് അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പെട്ടെന്ന് ഈ അപകടമുണ്ടായ ഉടൻ പാനിക്കായി പോയതിനാലാണ് വാഹനം നിർത്താതെ പോയത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സ്റ്റേഷനിലും ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ അദ്ദേഹം അക്കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പരിക്കേറ്റ 2 യുവാക്കൾ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരാളുടെ കാലിനും മറ്റൊരാളുടെ കഴുത്തിലും നട്ടലിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ്. അതേസമയം അദ്ദേഹം മദ്യപിച്ചാണോ വാഹനം ഓടിച്ചത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വലിയൊരു വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നത്. അതായത് അപകടമുണ്ടായി 8 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹം സ്റ്റേഷനിലെത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. 8 മണിക്കൂറിനകത്ത് പരിശോധന നടത്തിയാൽ മാത്രമേ അത്തരത്തിൽ ആൽക്കഹോളിക് കണ്ടന്റ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതിനുള്ള സാധ്യത ഇല്ലാതായിരിക്കും. എന്തായാലും തുടരന്വേഷണം മ്യൂസിയം സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യയിൽ ദുബായിലും കേരളത്തിലും അന്വേഷണം വ്യാപിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ വിവിധ പദ്ധതികളും SIT പരിശോധിച്ചു വരികയാണ്. അന്വേഷണത്തിനായി SIT നാളെ കൊച്ചിയിലെത്തുന്നുണ്ട്. റോയിയുടെ 3 മാസത്തെ കോൾ റെക്കോർഡ് ശേഖരിച്ച SIT റോയുമായി നിരന്തരം ബന്ധപ്പെട്ടവരുടെ പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുവരെ 20 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. CJ റോയുടെ ഫോൺ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. അതിൽ റോയുമായി സ്ഥിരമായി സംസാരിക്കുന്ന നമ്പറുകളുടെ ഒരു പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുവരെ അടുത്ത സുഹൃത്തുക്കളും ബിസിനസ് പങ്കാളികളും ഉൾപ്പെടെ ഏകദേശം 20 പേരെയാണ് SIT ചോദ്യം ചെയ്തത്. ഇവരിൽ നിന്നെല്ലാം ലഭിച്ച വിവരമനുസരിച്ച് റോയ്ക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. സാധാരണ പോലെ സന്തോഷത്തോടു കൂടിയാണ് പെരുമാറിയത്. അദ്ദേഹത്തിന്റെ ആത്മഹത്യയുടെ ഞെട്ടലിലാണ് ഇപ്പോഴും സഹപ്രവർത്തകർ. റോയ് ഒരിക്കലും തന്റെ വിഷമങ്ങൾ ആരുമായും പങ്കുവച്ചിരുന്നില്ല. ആത്മഹത്യയ്ക്ക് നയിക്കേണ്ട ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് അറിവില്ല എന്നാണ് സുഹൃത്തുക്കൾ നൽകുന്ന മൊഴി. എന്നാൽ റോയ് ബംഗളൂരിൽ വിഷാദ രോഗത്തിന് ചികിത്സ തേടിയ വിവരം കുടുംബം അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നുമുണ്ട്. SIT ബോർഡ് ഡയറക്ടർമാരെയും കുടുംബാംഗങ്ങളെയും വീണ്ടും ചോദ്യം ചെയ്യും. അവസാന ബോർഡ് മീറ്റിംഗിൽ ആരെല്ലാം പങ്കെടുത്തു, ഏതെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്തു, ആ യോഗത്തിൽ റോയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, IT റെയ്ഡിന് ശേഷം ഏതെങ്കിലും മീറ്റിംഗ് നടന്നിട്ടുണ്ടോ എന്നിവയെക്കുറിച്ചാണ് ഉദ്യോഗസ്ഥർ പ്രധാനമായും അന്വേഷിക്കുന്നത്. മാനസിക വിഷമത്തിലായതിനാൽ ചോദ്യം ചെയ്യലിന് കുടുംബാംഗങ്ങൾ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. SIT നാളെ കൊച്ചിയിലെത്തും.
കേരളത്തിൽ നിരവധി പദ്ധതികൾ നടത്താനായിരുന്നു റോയ് തീരുമാനിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റിന്റെ ഇടപാടുകളെക്കുറിച്ചും അന്വേഷിക്കും. കമ്പനിയിലെ നിക്ഷേപകരുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കും. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ ചുമതലക്കാരനായ TA ജോസഫിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യും. ഇങ്ങനെ ഒരു റെയ്ഡിലേക്ക് നയിച്ച കാരണമാണ് അന്വേഷണ സംഘം കണ്ടെത്തുക. കടം വാങ്ങാതെയാണ് പ്രൊജക്ടുകൾ നടത്തുന്നത് എന്നാണ് റോയ് പലതവണ പറഞ്ഞിരിക്കുന്നത്. ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുന്ന പതിവുമില്ല. ഇതൊന്നുമില്ലാതെ വമ്പൻ പ്രോജക്റ്റുകൾക്ക് എങ്ങനെയാണ് റോയ് പണം കണ്ടെത്തുന്നത് എന്നതും SIT സംഘത്തിന്റെ പരിശോധനയിലുണ്ട്. തിരുവല്ലയിൽ ഗുണ്ടാപിരിവ് നൽകാത്തതിന്റെ പേരിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. കാപ്പ കേസ് പ്രതിയും കൂട്ടാളികളും ചേർന്നാണ് ബലാത്സംഗം ചെയ്തതെന്നാണ് പരാതി. സംഭവത്തിൽ മരണ സുബിൻ എന്ന സുബിൻ അലക്സാണ്ടറും 3 പേരും അറസ്റ്റിലായി. 3 പ്രതികൾ ഒളിവിലാണ്. ഫെബ്രുവരി 2-ാം തീയതിയാണ് ഈ തിരുവല്ല നഗരത്തിൽ പ്രവർത്തിക്കുന്ന സ്പാ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിയെ കാപ്പ കേസിലെ പ്രതിയും നിരവധി കേസുകളിലെ പ്രതിയുമായ ഈ മരണ സുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടർ ഈ ഓഫീസിലെത്തി, ഈ സ്ഥാപനത്തിലെത്തിയതിനു ശേഷം സുബിനും കൂട്ടാളികളും ചേർന്ന് പീഡിപ്പിക്കുന്നത്. ഏതായാലും ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് അവസാനം ബലാത്സംഗത്തിലേക്ക് എത്തിയത്. ഈ പണം നൽകാൻ ഇവർ ആവശ്യപ്പെട്ടിരുന്നു. പലതവണ ഈ സ്ഥാപനത്തിലെത്തി പണം നൽകാൻ, ഗുണ്ടാപിരിവ് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകാത്തതിനെ തുടർന്നാണ് ഫെബ്രുവരി 2-ാം തീയതി ഉച്ചയ്ക്ക് സുബിനും കൂട്ടുകാരും അവിടെ എത്തുന്നത്. 6 പേർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയതിനു ശേഷം ഈ പണം ആവശ്യപ്പെടുന്നു. പണം നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പിന്നീട് ഈ ജീവനക്കാരിയെ കഴുത്തിൽ കത്തി വെച്ചതിന് ശേഷം ഈ സുബിൻ അലക്സാണ്ടർ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ മൊബൈലിൽ എടുക്കുകയും ചെയ്തു. അത്തരത്തിൽ വലിയ രീതിയിൽ ഇവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ആ സമയം ആ സ്ഥാപനത്തിലേക്ക് എത്തിയ ഒരു കസ്റ്റമറിനെയും ഇവർ ഭീഷണിപ്പെടുത്തി. നിലവിലത്തെ സാഹചര്യത്തിൽ നിരവധി കേസുകളിലെ കാപ്പ കേസിലെ പ്രതിയാണ് സുബിൻ അലക്സാണ്ടർ. പോലീസിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രതിയാണ്. എന്തായാലും ഈ സുബിൻ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം ഈ പ്രതികൾ രക്ഷപ്പെടുകയുണ്ടായി. 3 പേരെയാണ് ഇത് സംബന്ധിച്ച് തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 3 പേർ ഇപ്പോഴും ഒളിവിലാണ്. ഈ സുബിന് എതിരെ നിരവധി കേസുകളും തിരുവല്ലയിലുണ്ട്. എന്തായാലും ഈ ജീവനക്കാർ ഈ കാര്യം, ഈ പീഡനത്തിന് ശേഷം ഇവർ പുറത്തു പറയാൻ മടി കാണിച്ചിരുന്നു. പിന്നീട് പോലീസ് ഈ വിവരം അറിയുകയും തുടർന്ന് SP-യുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കേസ് നേരിട്ടെടുക്കുകയും ചെയ്തത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 3 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. ബാക്കിയുള്ള പ്രതികൾക്കായി ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും സുബിൻ അടക്കമുള്ള 3 പേരെയാണ് നിലവിൽ ഈ പീഡന കേസുമായി, ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം കിളിമാനൂരിൽ യുവതിയുടെ കൈ വെട്ടി പരിക്കേൽപ്പിച്ചു. അമ്മാവനാണ് ഈ കൃത്യം ചെയ്തത്. സ്കൂട്ടർ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ് ക്രൂരത. കിളിമാനൂർ സ്വദേശി സിന്ധുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ അമ്മാവൻ മണിക്കുട്ടനായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. ഇന്ന് രാവിലെ 6:30 കുട്ടികളെ ട്യൂഷന് കൊണ്ടാക്കി തിരിച്ചു വന്ന സിന്ധുവിനെ അമ്മാവൻ മണിക്കുട്ടൻ വീടിന് മുൻപിൽ വെച്ച് ആക്രമിച്ചത്. അതായത് ഈ ഒരു വാഹനം വീടിന് മുൻപിൽ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കം പിന്നീട് വാക്ക് തർക്കത്തിലേക്കും ഒപ്പം പിന്നീട് വീട്ടിലേക്ക് പോയ മണിക്കുട്ടൻ ഈ ഒരു ആയുധവുമായി എത്തി സിന്ധുവിനെ ആക്രമിക്കുകയായിരുന്നു. ഈ അക്രമം തടയാൻ ശ്രമിച്ചതിനിടയിലാണ് സിന്ധുവിന്റെ കൈകൾക്ക് 2 കൈകൾക്കും വെട്ടേറ്റത്. ഉടൻ തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട അയൽവാസികളുടെ അടുത്തേക്ക് എത്തുകയും തുടർന്ന് അയൽവാസികളാണ് സിന്ധുവിനെ രക്ഷിച്ച് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ സർജറിക്ക് വിധേയമാകേണ്ടി വരുമെന്നാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ഒരു അയൽവാസിയും ബന്ധുവുമായ മണിക്കുട്ടനും ഈ സിന്ധുവും തമ്മിൽ ദീർഘകാലമായി വാക്കുതർക്കമോ വസ്തുതർക്കമടക്കം നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്നും ഉടൻ തന്നെ ആക്രമണം നടത്തി രക്ഷപ്പെട്ട മണിക്കുട്ടന് വേണ്ടി പോലീസ് ഊർജിതമായി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു മുൻപും സിന്ധുവിന്റെ വാഹനം നശിപ്പിക്കുക, ഒപ്പം ടയറിന്റെ കാറ്റ് അഴിച്ചുവിടുക തുടങ്ങിയ മറ്റ് ഉപദ്രവങ്ങളടക്കം മണിക്കുട്ടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ബന്ധുക്കളും നാട്ടുകാരും നൽകുന്ന വിവരം. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരൻ സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. മാവേലിക്കരയിൽ മദ്യലഹരിയിൽ ഔദ്യോഗിക വാഹനം ഓടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ. ചെങ്ങന്നൂർ DYSP ജില്ലാ പോലീസ് മേധാവിക്ക് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വാഹനം ഓടിച്ചത് അത്യന്തം അപകടകരമായ നിലയിലാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവത്തിന് പിന്നാലെ അനധികൃത അവധിയിൽ പോയ മാന്നാർ സ്റ്റേഷനിലെ ഡ്രൈവറായ സ്വരാജ് വൈദ്യപരിശോധനയ്ക്ക് വിധേയനായതുമില്ല.
മാന്നാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക വാഹനത്തിൽ യൂണിഫോം ധരിച്ച് മദ്യപിച്ച് വാഹനം ഓടിച്ച സംഭവത്തിലാണ് തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. വകുപ്പ് തല അന്വേഷണത്തിന് ഇന്നലെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി SP മോഹനചന്ദ്രൻ ഉത്തരവിട്ടിരുന്നു. ചെങ്ങന്നൂർ ഡിവൈഎസ്പിക്കായിരുന്നു അന്വേഷണ ചുമതല നൽകിയിരുന്നത്. ചെങ്ങന്നൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാറാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് പ്രാഥമികമായി ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ചെട്ടികുളങ്ങര കായംകുളം റോഡിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി മാന്നാർ SHOയെ വീട്ടിലാക്കിയ ശേഷം മടങ്ങി വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ ഈ വാഹനം, അതായത് മാന്നാർ പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് ഡ്രൈവറായ സ്വരാജ്, സ്റ്റേഷനിലെ തന്നെ ഡ്രൈവറായ സ്വരാജ് അലക്ഷ്യമായി ഓടിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് നാട്ടുകാർ ഇതിന്റെ ദൃശ്യങ്ങളടക്കം പകർത്തിയിരുന്നു. റോഡിന്റെ ഇരുഭാഗത്തുമായി സിക്സാഗ് മോഷനിൽ വളരെ അപകടകരമായ രീതിയിലാണ് ഇയാൾ വാഹനം ഓടിച്ചിരുന്നത്. യൂണിഫോം ധരിച്ചിരുന്നു, ഒപ്പം പോലീസ് ജീപ്പാണ് ഉപയോഗിച്ചിരുന്നത്. തുടർന്ന് ഈ വാഹനം മാവേലിക്കര ഭാഗത്തേക്ക് നീങ്ങുകയും ഒരു ഘട്ടത്തിൽ ആ വാഹനം നിർത്തുകയും ചെയ്തു. ആ വാഹനം നിർത്തി ഛർദ്ദിച്ച ശേഷം വാഹനത്തിനകത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഈ ആളെയാണ് കാണുന്നത്, ഒരു സ്വരാജിനാണ് കാണുന്നത്. തുടർന്ന് എത്തിയ പ്രദേശത്തുള്ള സമീപവാസികൾ തന്നെയാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പക്ഷേ ആ സമയത്ത് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ വിളിച്ചുണർത്തി പറഞ്ഞു വിടുകയാണ് ചെയ്തത്. മറിച്ച് മദ്യപിച്ച അടക്കമുള്ള പരിശോധനകൾക്കോ മറ്റ് കാര്യങ്ങൾക്കോ കൊണ്ടുപോകാതെയാണ് ഇയാളെ വാഹനവുമായി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഈ വാഹനം പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് നടപടിയിലേക്ക് ഇപ്പോൾ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് ചെങ്ങന്നൂർ ഡിവൈഎസ്പി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇയാൾ അനധികൃത അവധിയിലാണ് എന്നുള്ളതാണ്. സ്റ്റേഷനിൽ അവധിയെ സംബന്ധിച്ച വിവരം നൽകുകയോ ചെയ്തിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ചെങ്ങന്നൂർ ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ഒരു വിശദീകരണം നൽകാൻ പോലും ഈ ഉദ്യോഗസ്ഥൻ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. എന്തായാലും സസ്പെൻഷൻ അടക്കമുള്ള തുടർ നടപടികളിലേക്ക് പോകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായതിന് സമാനമായ രീതിയിലുള്ള അത്യന്തം പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു മാന്നാർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം. സ്നേഹജൻ, ന്യൂസ് 18. പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷത്തിൽ അടിയന്തര യോഗം വിളിച്ച് എറണാകുളം റൂറൽ SP. ജനകീയ സമിതി പ്രവർത്തകരും യോഗത്തിനെത്തി. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഭായ് കോളനിയിൽ പട്രോളിംഗ് ശക്തമാക്കാനാണ് യോഗത്തിലെ തീരുമാനം. പട്രോളിംഗിന് ജനകീയ മുന്നണിയുടെ സഹായവും ആവശ്യമെങ്കിൽ തേടാനും ധാരണയായിട്ടുണ്ട്. ലഹരിക്കെതിരെ ജനങ്ങളുടെ കൂട്ടായ്മകൾ നല്ലതാണെങ്കിലും അത് നിയമം കയ്യിലെടുത്തുകൊണ്ടാകരുതെന്ന് SP പറഞ്ഞു. ലഹരി കൂടുതലായി ഗണ്യമായിട്ടുള്ള വർധനമുണ്ടായിട്ടുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. 2023 ഇരട്ടി കേസുകൾ 2024 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 2025 ആയപ്പോൾ അതിൻ്റെ ഡബിൾ കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഹ്യൂജ് ക്വാണ്ടിറ്റി ഡ്രഗ്സ് സീസ് ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിയ വിപത്തിനെ പരിപൂർണമായിട്ടും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് കൺട്രോൾ ചെയ്യുന്നതിന് പൊതുജനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരുടെയും പത്രക്കാരുടെയും എല്ലാ ആളുകളുടെയും സമൂഹത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങളെ പരിപൂർണമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി മുഴുവൻ ആളുകളുടെയും സഹായം നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ ഭായ് കോളനിയിൽ പഞ്ചായത്ത് അധികൃതരുടെ പരിശോധന ഉണ്ടായിരുന്നു. ലഹരി ഉപയോഗം വ്യാപകമാണെന്ന പരാതിയെ തുടർന്ന് എക്സൈസും പരിശോധന നടത്തി. പെരുമ്പാവൂരിൽ ഭായ് കോളനി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പരിശോധനകളും കാര്യങ്ങളും എല്ലാമാണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള പരാതികൾ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ശുചിത്വമില്ലായ്മ അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നെങ്കിലും അതിനും രൂക്ഷമായ കാര്യമായിരുന്നു ലഹരി വ്യാപനം എന്നത് സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് സത്വരമായൊരു ഇടപെടൽ ഉണ്ടാകണം. അങ്ങനെയാണ് വളരെ സൂക്ഷിച്ച് ഭായിമാരോട് ഇവിടെ വന്നിരിക്കുന്ന അതിഥി തൊഴിലാളികളോടക്കം എല്ലാ മര്യാദകളോടും പാലിച്ച് തങ്ങൾ പെരുമാറുന്നു. ഭാരവാഹികളടക്കം ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹിയും ഒപ്പം സാമൂഹ്യ പ്രവർത്തകയുമായ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഈ മേഖലയിലുള്ള ഈ മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഇവിടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ എന്റെ ഒപ്പം നിൽക്കുന്നത് വാർഡ് മെമ്പറുണ്ട്, പഞ്ചായത്ത് ഭരണസമിതി ഉണ്ട്, ഞങ്ങളൊക്കെ മെമ്പർമാരാണ്. കുറെ ദിവസമായി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനെയാണ് അകാരണമായി
ഇവിടുത്തെ മയക്കുമരുന്നിനും കഞ്ചാവിനുമെതിരെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ അകാരണമായി ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഒരു എന്താ പറയാ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് SP ഓഫീസിൽ ഞങ്ങളെ എല്ലാവരെയും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർക്കുകയും അതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറയുകയും ചെയ്തു. ഇന്ന് ഇവിടെ ഞങ്ങൾ ഇത് പരിശോധനയ്ക്കായിട്ട് പഞ്ചായത്തിൽ നിന്നും അറിയിപ്പ് കൊടുത്തതിന്റെ പേരിൽ ഇതെല്ലാ കടകളും ഇന്ന് അടച്ചിടുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. ഇതിന്റെ അകത്ത് യാതൊരുവിധ തെളിവുകളും കഞ്ചാവുകളും മയക്കുമരുന്നുകളും ഒന്നും ഇല്ലെങ്കിൽ എന്തിനാണ് ഇതിങ്ങനെ പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വരുന്നു എന്നറിഞ്ഞതിന്റെ പേരിൽ എല്ലാ കടകളും ഇന്ന് ഷട്ടർ ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. ഇന്ന് അനധികൃതമായിട്ട് കെട്ടിടങ്ങൾ ഇവിടെ പണിതു വെച്ചിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നടക്കുന്നത് കഞ്ചാവും മയക്കുമരുന്നും ലഹരികളും വ്യഭിചാരങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ നടക്കുക. അതിനെതിരെ ചോദ്യം ചെയ്യുന്ന ഈ നാട്ടിലെ ആളുകളെ നിയമം വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയും ഇരയോടൊപ്പം സഞ്ചരിക്കാതെ ഇരിക്കുകയും നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇന്ന് ഇവിടെ താഴെ തട്ടിലുള്ള ഉദ്യോഗ തലങ്ങളിലുള്ള ആളുകൾ തൊട്ട് ഈ മയക്കുമരുന്ന് മാഫിയെ സഹായിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ വെല്ലുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു മോശപ്പെട്ട സാഹചര്യങ്ങൾ കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാവുന്ന സാഹചര്യം. ബായി കോളനിയിൽ നടക്കണ നിയമ നടപടികൾ ഒരു പ്രസിഡന്റ് ഇതൊരു വ്യക്തിക്കെതിരെ ഒരു കുടുംബത്തിനെതിരെയോ നടത്തുന്നതല്ല. ഇത് സമൂഹത്തിനെതിരെ, ഭാവി തലമുറകൾക്കെതിരെ, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പഞ്ചായത്തും ജനങ്ങളും ഒന്നിച്ചു പോരാടണമാണ്. കാരണം വരും കാലങ്ങളിൽ ഭാവി തലമുറയ്ക്ക് അവരുടെ വളർച്ചയെ തന്നെ മുരടിപ്പിക്കുന്ന, അവർക്ക് രോഗങ്ങൾ വരുത്തുന്ന പലവിധ പ്രശ്നങ്ങളും, അതായത് മയക്കുമരുന്ന്, അനാശാസ്യം, അങ്ങനെ എല്ലാ പ്രവൃത്തികളും നടക്കുക. അതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ ഭരണസമിതിയും ജനങ്ങളും ഒന്നിച്ചു നിന്ന് ഇതിനെതിരെ പോരാടും. തുടരും. കാരണം ഇതിങ്ങനെ മുന്നോട്ട്, കാരണം തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം നമ്മുടെ മക്കള് ഇതിനെതിരെ എതിർത്തില്ലെങ്കിൽ അത് ശരിയാവില്ല. കാരണം നാട്ടുകാരും എല്ലാവരും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇതിലെ വലിയ രീതിയിൽ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഈ മേഖലയിലെ പ്രവർത്തകരടക്കം മുന്നോട്ട് വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇത് അനുവദിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗം അനുവദിക്കാൻ കഴിയില്ല. പക്ഷേ ഈ രീതിയിൽ ആളുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ പ്രതികരിച്ചവർക്കെതിരെ പലപ്പോഴും കേസെടുക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന പരാതിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഇപ്പോൾ ജനങ്ങൾ തടിച്ചുകൂടുകയും ഇന്ന് SP-യുടെ നേതൃത്വത്തിൽ യോഗം നടക്കുകയും പരിശോധന നടക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരും ദിവസവും ശക്തമായ രീതിയിലേക്ക് പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. പെരുമ്പാവൂർ ബായ് കോളനിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, News 18. നിയമസഭാ തെരഞ്ഞെടുപ്പിന് UDF-നെ സജ്ജമാക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് വൈകിട്ട് കാസർഗോഡ് തുടക്കം. കുമ്പളയിൽ KC വേണുഗോപാൽ MP യാത്ര ഉദ്ഘാടനം ചെയ്യും. 1 മാസം നീണ്ടു നിൽക്കുന്ന യാത്ര മാർച്ച് 6-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പൊതുയുഗ യാത്ര ഇന്ന് വൈകിട്ട് 4 മണിക്ക് മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്നും പര്യടനം ആരംഭിക്കും. യാത്രയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. KC വേണുഗോപാൽ MP ആണ് യാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും പൊതുയുഗ യാത്ര എന്നാൽ ഒരു യുഗത്തിൻ്റെ അവസാനം എന്നതാണ് എന്ന് VD സതീശൻ വ്യക്തമാക്കി. അതോടൊപ്പം ശബരിമല കൊള്ള ഉൾപ്പെടെ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ജാഥയിലൂടെ വിശദീകരിക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. പുതുയുഗ യാത്ര എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു യുഗത്തിൻ്റെ അവസാനമായി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ അവസാനമായി, ഈ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി, വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി കൃത്യമായ പദ്ധതികളുമായി അടിസ്ഥാനപരമായ മാറ്റം കേരളത്തിലെ എല്ലാ രംഗങ്ങളിലും വരുത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് അതിനാവശ്യമായ പരിചയസമ്പത്തും ലോകരാജ്യങ്ങളിലുള്ള ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികളായ ആളുകളുടെ വൈദഗ്ധ്യം മുഴുവൻ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന, കേരളത്തിൽ തന്നെ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്ന, കേരളത്തിൽ തന്നെ നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന, കോഴ്സുകൾ തേടി, പ്രോഗ്രാമുകൾ തേടി വിദേശത്തേക്ക് പോകേണ്ട അവസ്ഥയില്ലാത്ത, ഇൻ്റർനാഷണൽ റെക്കഗ്നിഷനുള്ള, അംഗീകാരമുള്ള നല്ല പ്രോഗ്രാമുകളും ഇവിടെ കേരളത്തിൽ ആരംഭിക്കാൻ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് കഴിയും. ജാഥയുടെ ആദ്യ സ്വീകരണം കാസർഗോട്ടാണ്. നാളെ കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് ജാഥയുടെ പര്യടനം. കാഞ്ഞങ്ങാട്ടും തൃക്കരിപ്പൂരിലും ഉദുമയിലുമായിരിക്കും ജാഥയുടെ സ്വീകരണം.
എന്തായാലും വലിയ തോതിൽ ആളുകളെ പങ്കെടുപ്പിച്ച് ജാഥ വൻ വിജയമാക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് UDF. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണത്തിൻ്റെ തുടക്കം കൂടിയാണ്. അതോടൊപ്പം അണികളെ ഈ തെരഞ്ഞെടുപ്പിൽ സജ്ജരാക്കുക എന്നതും ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും രാവിലെ എല്ലാ ദിവസവും രാവിലെ പൗരപ്രമുഖർക്കൊപ്പം സാധാരണക്കാരായ ആളുകളെയും കാണുമെന്ന് VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജാഥ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം UDF വിട്ടുപോയവരും അതോടൊപ്പം തന്നെ ഈ ഇടതുപക്ഷ സഹയാത്രികരും ഉൾപ്പെടെ ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോഴേക്കും UDFിലേക്ക് തിരിച്ചെത്തുമെന്നും VD സതീശൻ പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും മാർച്ച് 6 പുത്തരിക്കണ്ടം മൈതാനിയിലാണ് ജാഥയുടെ സമാപനം. വലിയ മഹാറാലിയോടുകൂടിയായിരിക്കും ജാഥയുടെ സമാപനം ഉണ്ടാവുക. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. LDFിന്റെ മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ ഇന്ന് തുടങ്ങാനിരിക്കെ ജോസഫ് വിഭാഗത്തെ ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്ത് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി. UDFിൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് ജോസഫ് ഗ്രൂപ്പിന് സംരക്ഷണം ഒരുക്കുമെന്നുമാണ് ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം. UDF സീറ്റ് വിഭജനത്തിൽ ജോസഫ് ഗ്രൂപ്പ് അവഗണന നേരിടുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായകമായ രാഷ്ട്രീയ നീക്കം. ജോസ് കെ മാണി നയിക്കുന്ന LDF മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ പത്തനംതിട്ടയിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അതിനകത്ത് ഇപ്പം അവർക്ക് വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു രക്തത്തിൻ്റെ ഭാവമാണ് അവരും. അപ്പോൾ പണ്ടൊന്ന് നമ്മുടെ തറവാട്ടിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തിരുന്നു. അതിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചു. പക്ഷേ അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് സംരക്ഷണം കൊടുക്കാം. തറവാട്ടിലേക്കല്ല, നമുക്ക് സംരക്ഷണം കൊടുക്കാം. ഇത് പറയുമ്പോൾ ചിലപ്പം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ അവർ പറഞ്ഞിരിക്കും. അപ്പോൾ അവരുടെ തീരുമാനമാണ്. ഏതൊക്കെയാലും അവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ചു. LDFിലേക്ക് വന്നാൽ സ്വീകരിക്കുമെന്നാണ് അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവർ പറയട്ടെ. ഏതൊക്കെയാലും ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ട് എന്നറിയാം. അപ്പം ഞങ്ങളുടെ കൂടെ തറവാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയത് അതുതന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ജോസ് കെ മാണിയുടെ ജാഥ തുടങ്ങുന്ന ദിവസം തന്നെ ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്നു അദ്ദേഹം എന്നുള്ളതാണ് രാവിലെ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതായത് ജോസഫ് ഗ്രൂപ്പ് അപ്പുറത്ത് പ്രതിസന്ധിയിലാണ്, അവരെ സംരക്ഷിക്കാൻ തയ്യാറാണ്. അതായത് അദ്ദേഹം പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്ന്, ഇതൊരു ലയനം എന്നുള്ള നിലയിലല്ല, അവരെ സംരക്ഷിക്കും എന്നുള്ള നിലയിലാണ്. മാത്രമല്ല വേരുകൾ അങ്ങനെയാണല്ലോ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരസ്പരം മുൻപ് ലയനമുണ്ടായ സമയത്തുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു പരിധിവരെ രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയ നീക്കമാണ് ജോസ് കെ മാണി ഇതിൽ നടത്തുന്നത്. ഈ മുന്നണിയിൽ നിന്ന് വിട്ടുപോകാൻ ഉള്ള ശ്രമം നടത്തിയ പാർട്ടിയാണ് ജോസ് കെ മാണി. ഏറ്റവും ഒടുവിൽ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ അടക്കം ശബ്ദരേഖ പുറത്തു വന്നതിൽ നിന്ന് റോഷി അഗസ്റ്റിനാണ് ഈ പാർട്ടിയെ പിടിച്ചു നിർത്തിയതെന്ന് അടക്കമുള്ളത് പൊതുജന മധ്യത്തിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ ജോസ് കെ മാണിയുടെ ഒരു വിശ്വാസ്യത തിരിച്ചു പിടിക്കാൻ, ഇടതുമുന്നണിയിലെ വിശ്വാസ്യത, പ്രത്യേകിച്ച് CPM CPI പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു അവിശ്വാസം അവസാനിപ്പിച്ച് അത് വീണ്ടെടുക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് ഫലത്തിൽ നടക്കുന്നത് എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ അപ്പുറത്തെ ജോസഫ് ഗ്രൂപ്പ് നിൽക്കുന്നു. ഒരു പരിധിവരെ ജോസഫ് ഗ്രൂപ്പ് ഈ നിലപാടിനെ ഇപ്പോൾ അംഗീകരിക്കില്ല. പക്ഷേ അവിടെ ഒരു സീറ്റ് ചർച്ചകൾ നടക്കുന്ന സമയമാണ്. ആ ചർച്ചകൾ നടക്കുന്ന സമയം തന്നെ ജോസ് കെ മാണി ഇങ്ങനെ പറയുന്നതിലൂടെ ജോസഫ് ഗ്രൂപ്പിന് വലിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. അഥവാ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ജോസഫ് ഗ്രൂപ്പിനെ സ്വീകരിക്കാൻ അപ്പുറത്ത് LDF തയ്യാറാകുന്നു എന്ന തരത്തിലുള്ള ഒന്നുകൂടി അതിൽ ഉയർന്നു വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ജാഥയാണ്. പത്തനംതിട്ട നാളെ മുതൽ 3 ദിവസം കോട്ടയത്താണ്. അങ്ങനെ മധ്യ കേരളത്തിൽ ഈ ജാഥയിൽ പൂർണ്ണ സമയം പങ്കെടുക്കുമെന്നാണ് ജോസ് കെ മാണി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഇടയ്ക്ക് പാർലമെന്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്ന ജോസ് കെ മാണി ഈ ജാഥയ്ക്ക് വേണ്ടി മുഴുവൻ സമയവും മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതും ഒരു പരിധിവരെ ആ പാർട്ടിയുടെ ഒരു പ്രതിസന്ധി കൂടി മറികടക്കാനുള്ള, ഈ ജാഥയിലൂടെ മറികടക്കാനുള്ള ഒരു തന്ത്രമായി വേണം ഈ ഘട്ടത്തിൽ കാണാൻ. എന്തായാലും ജോസഫ് ഗ്രൂപ്പിനെ സ്വീകരിച്ചുള്ള രാഷ്ട്രീയ തന്ത്രം വരും ദിവസങ്ങളിലും ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടെടുക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീഴ്ചയുണ്ടായി, തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകും. വീഴ്ച സമ്മതിക്കാതിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നും ന്യൂസ് 18 കേരളത്തിന് നൽകിയ അഭിമുഖത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു. പക്ഷെ അത് ജനവിധിയെ കുറച്ച് കാണുന്നതിന് തുല്യമായിരിക്കും. ഇല്ല, ജനവിധിയെ മാനിക്കും. ജനങ്ങളുടെ വിധിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കുന്നത്, ഇടതുപക്ഷം മാനിക്കുന്നത്, LDF മാനിക്കുന്നത്. അവരെക്കാളും വലിയ ഒരു വിധികർത്താക്കൾ ഞങ്ങൾക്കില്ല.
CPI അങ്ങനെ പറയുമ്പോൾ ഞാനിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ ഇന്റർവ്യൂ എടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇത് ജനങ്ങൾക്ക് മനസ്സിലുണ്ടായ ഒരു തോന്നലല്ല, അവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നാണ്. അത് പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് ചെയ്തതാണെന്നാണ്. അല്ലാതെ ജനങ്ങൾക്ക് ഒരു തെറ്റായ ബോധ്യവും സർക്കാരിനെ കുറിച്ച് ഇല്ല എന്നാണ്. അങ്ങനെ വരുമോ? അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ LDFന്റെ സംഘടനാ സംവിധാനത്തിന് അപ്പുറം മുഴച്ചു നിൽക്കുന്ന എന്താണുള്ളത്? ഈ മാധ്യമങ്ങളെ കുറ്റം പറയുകയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ വ്യാജ പ്രചാരണങ്ങൾ എന്ന് പറയുകയും അങ്ങനെയാണെങ്കിൽ തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല LDF എന്നാണ്. അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും ജനക്ഷേമ ഭരണത്തിൻ്റെ 10 വർഷം കഴിഞ്ഞുപോയി. അവർക്ക് ഈ മുന്നണി നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കി മുന്നണിയെപ്പറ്റി ചെറിയ ചില വിമർശനങ്ങളുമുണ്ട്. അത് ഞങ്ങൾ കാണും, ഞങ്ങൾ പാഠങ്ങൾ പഠിക്കും, ഞങ്ങൾ തിരുത്തും. ഇതാണ് ഞങ്ങൾ പോകുന്ന നിലപാട്. അത് പൂർണ്ണമായിട്ട് തിരുത്തേണ്ടി വരും, കുറേയേറെ കാര്യങ്ങൾ തിരുത്തേണ്ടി വരും. ഇല്ല, പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുകയും തിരുത്തേണ്ടവയെ തിരുത്തുകയും ചെയ്യും. അതാണ് ഇടതുപക്ഷം. അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്കേ പറ്റൂ, അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്കേ പറ്റൂ. അതൊരു ഇടതുപക്ഷ ഗുണമാണത്. വലതുപക്ഷം ഒരിക്കലും ഒരു പാളിച്ച പറ്റിപ്പോയാൽ പാളിച്ച എന്ന് പറയില്ല. ഞങ്ങളുടെ വഴി ഞങ്ങൾ വീഴ്ച സംഭവിച്ചാൽ വീഴ്ചയാണെന്ന് പറയും. ഒരു പിഴവുണ്ടായാൽ പിഴവാണെന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ ആ പിഴവ് തിരുത്തും. അത് LDFന് എന്താണെന്ന് താങ്കൾ പറയുന്നില്ല. എന്താണ് ആ വീഴ്ച? അല്ല, ഉദാഹരണത്തിന് പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി നല്ല വിശ്വാസമാണ് ഉള്ളത്. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയം. ഇന്ത്യയിൽ എവിടെയും ന്യൂനപക്ഷാവകാശങ്ങളെ വലതുപക്ഷത്തിൻ്റെ ഫാസിസ്റ്റ് സ്വഭാവം മറികടക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുഴുവനും അവർ ഭയചകിതരായി ചുറ്റും നോക്കുമ്പോൾ അവർ തേടുന്നത് ബന്ധുക്കളെയാണ്, മിത്രങ്ങളെയാണ്. ആരുണ്ട് തുണയായിട്ട് എന്നാണ് നോക്കുന്നത്. ഇന്ത്യയിലെമ്പാടും അവർ കണ്ട തുണ നിൽക്കുന്നവർ ഞങ്ങളാണ്, ബന്ധുക്കളായി കണ്ടത് ഞങ്ങളെയാണ്. ഇടതുപക്ഷമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബന്ധുക്കളോട് നമുക്കറിയാമായിരുന്നു, ഭയപ്പാട് വേണ്ട എന്ന്. അത് ഇന്ത്യയിലെ പൊതുകഥയാണ്, പൊതുചിത്രമാണ്. വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതാണ് കേരളത്തിൻ്റെ സ്ഥിതി. അതിന് ചെറിയൊരു ഇളക്കമുണ്ടാകുമെന്ന് ഞങ്ങൾ നോക്കണം. ചെറിയ ഇളക്കം. ഇവിടെ ന്യൂനപക്ഷങ്ങൾ ഞങ്ങളെപ്പറ്റി കരുതി വെച്ച വിശ്വാസത്തിന് ചെറിയൊരു ഇളക്കം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നോക്കണം. നോക്കിയിട്ട് ഞങ്ങൾ അതിൻ്റെ ഇളക്കത്തിൻ്റെ ആ ഇളക്കം മാറ്റണം. കോങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. ലീഗ് സീറ്റ് വിട്ട് നൽകിയാൽ KA തുളസി, രമ്യ ഹരിദാസ് എന്നിവരെ പരിഗണിക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയായി കരുതുന്ന ഒരു സംവരണ മണ്ഡലമാണ് കോങ്ങാട്. 2011-ലും 2016-ലും 2021-ലും ഇടതുപക്ഷം തന്നെയാണ് അവിടെ വിജയം കൊയ്തിരിക്കുന്നത്. ഓരോ തവണയും ഭൂരിപക്ഷം ഉയർത്തുന്ന ഒരു ട്രെൻഡാണ് കോങ്ങാട് ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക. 2011-ൽ 3500-ഉം 2016-ൽ അത് 13000-ഉം 2021-ലേക്ക് അത് 27,000-ന് മുകളിലേക്കും എത്തിയ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിന് വലിയ ആത്മവിശ്വാസത്തോടെ മത്സരിക്കാൻ കഴിയുന്ന ഒരു സീറ്റായിട്ടാണ് കോങ്ങാട് വിലയിരുത്തുന്നത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ പോലും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. ശാന്തകുമാരിയാണ് അവർ ആദ്യം ഒരു തവണയാണ് അവർ MLA ആയിട്ടുള്ളത്. അവരാണ് നിലവിൽ അവിടുത്തെ MLA. മറുവശത്ത് മുസ്ലിം ലീഗാണ് കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നത്. 2011-ലും 2016-ലും കോൺഗ്രസ് ആയിരുന്നു. 2021-ൽ കോങ്ങാട് മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ വലിയൊരു പരാജയം അവിടെ UC രാമന് മാത്രമേ സാധിക്കുകയുള്ളൂ, ലീഗിന് സാധിക്കുകയില്ല എന്ന ഒരു വിലയിരുത്തൽ ലീഗിനുണ്ട്. കോണി ചിഹ്നത്തിൽ മത്സരിച്ചാൽ അവിടെ നിലം തൊടാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ലീഗിനുള്ളത്. അതുകൊണ്ടാണ് അവർ സീറ്റ് തിരിച്ചു കൊടുക്കാനുള്ള ആലോചന നടക്കുന്നത്. അങ്ങനെ ഈ ഒരു കോൺഗ്രസും ലീഗുമായിട്ട് ഈ ഒരു സീറ്റ് കൈമാറ്റം ധാരണയായി കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും വരിക. അവിടെ 2 പേരുകളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് KA തുളസിയുടേതും മറ്റൊന്ന് രമ്യ ഹരിദാസിന്റെയും. KA തുളസി കോൺഗ്രസിന്റെ നേതൃനിരയിൽ ദീർഘകാലമായിട്ട് പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. MP ശ്രീകണ്ഠന്റെ പത്നിയാണ്. രമ്യ ഹരിദാസ് ആട്ടെ ആലത്തൂരിലെ മുൻ MP ആണ്. മാത്രമല്ല കുറച്ച് വർഷങ്ങളായിട്ട് പാലക്കാട് തന്നെയാണ് അവരുടെ പ്രവർത്തന മേഖലയായിട്ടുള്ളത്. ഈ 2 വ്യക്തികളിൽ ഒരാളായിരിക്കും സ്ഥാനാർത്ഥി എന്ന തരത്തിലാണ് കോൺഗ്രസിന്റെ വിലയിരുത്തലുള്ളത്. രമ്യയ്ക്ക് വേണ്ടി യുവജന വിഭാഗം വലിയ സമ്മർദ്ദത്തിലെത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങൾ അതൊക്കെ തെരഞ്ഞെടുപ്പ് ചർച്ചയാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുണ്ടാകുന്ന പ്രചരണങ്ങളെ ഒരു വനിതയെ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് കോൺഗ്രസിന് വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ടാണ് രമ്യ ഹരിദാസിന്റെയും KA തുളസിയുടെയും പേര് അവിടെ സജീവമായിട്ട് ഉയർന്നു നിൽക്കുന്നത്. KA തുളസിക്കായിട്ട് VK ശ്രീകണ്ഠനും അദ്ദേഹത്തിനൊപ്പമുള്ളൊരു വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷേ മറുവശത്ത് കോൺഗ്രസിലെ
മറ്റൊരു വിഭാഗം രമ്യ ഹരിദാസിനായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം രമ്യ ഹരിദാസ് യുവത്വത്തിൻ്റെ പ്രതീകമാണ്, ആലത്തൂർ മുൻ MP യാണ്, കുറച്ചുകൂടി ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള മുഖമാണ് എന്നൊരു വിലയിരുത്തൽ ആ രമ്യയെ പിന്തുണയ്ക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി ഈ രണ്ടുപേരുകൾക്കപ്പുറം ഒരുപക്ഷെ രമ്യ കോഴിക്കോട് സ്വദേശിയാണെന്ന കാരണം പറഞ്ഞ് മറ്റൊരു പേരിലേക്ക് എത്താൻ ഓരോ സാഹചര്യങ്ങളും തള്ളിക്കളയാൻ കഴിയില്ല. എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഈ ലീഗ് കോൺഗ്രസ് ധാരണ, സീറ്റ് കൈമാറ്റത്തിൽ ധാരണ അതിനുശേഷമേ ഉണ്ടാവുകയുള്ളൂ. അതേസമയം ശാന്തകുമാരിയാകും നിലവിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന തരത്തിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഈ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ ശാന്തകുമാരിക്ക് പകരം മറ്റൊരു നേതാവ് വരികയാണെങ്കിൽ ഈ ചർച്ചകളൊക്കെ തന്നെ വീണ്ടും വഴിമാറാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. എന്താണെങ്കിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുത്തി ജയിക്കാൻ കഴിയുമോ എന്ന് പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കോങ്ങാട് ഏറ്റെടുക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നതും. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് പേരുകളിൽ രമ്യ ഹരിദാസിൻ്റെയും കെ തുളസിയുടെയും പേരുകളിൽ ഒന്ന് അവിടെ സ്ഥാനാർത്ഥിയുടേതായി മാറുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. CV അനുമോദ്, ന്യൂസ് 18. രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ CPM പുറത്താക്കിയ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തെക്കുറിച്ച് വിശദീകരണം നൽകാൻ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഇന്ന് 3 മണിക്ക് മാധ്യമങ്ങളെ കാണും. ധനരാജ് രക്തസാക്ഷി ഫണ്ടിലെ കണക്കുകൾ അവതരിപ്പിക്കാനും സാധ്യതയുണ്ട്. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ അല്പസമയത്തിനകം കൊച്ചിയിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അധ്യക്ഷനായ ശേഷമുള്ള നിതിൻ നബീന്റെ ആദ്യ സന്ദർശനം. നിതിൻ നബീന്റെ സാന്നിധ്യത്തിൽ കോർ കമ്മിറ്റി യോഗം ഇന്ന് വൈകിട്ട് ചേരുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉജ്ജ്വലമായ സ്വീകരണമാണ് ഇപ്പോൾ നിതിൻ നബീന് കിട്ടിയിരിക്കുന്നത്. നിതിൻ നബീൻ അല്പസമയത്തിനകം എത്തും. ആദ്യമായാണ് കേരളത്തിൽ അദ്ദേഹം എത്തുന്നത്. BJP ദേശീയ അധ്യക്ഷനായ ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ സ്വീകരണമാണ് അദ്ദേഹത്തിന് വേണ്ടി സംസ്ഥാന നേതൃത്വം ഒരുക്കിയിരിക്കുന്നത്. ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രധാന നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുന്നുണ്ട്. കോർ കമ്മിറ്റി യോഗത്തിൽ നിതിൻ നബീൻ പങ്കെടുക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നിതിൻ നബീന്റെ ഈ സന്ദർശനം. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വൈകില്ല എന്ന സൂചന കിട്ടുന്നുണ്ട്. അതിനാൽ തന്നെ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചുള്ള ചർച്ചകളും കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഉണ്ട്. അതിനുവേണ്ടി കൂടിയാണ് നിതിൻ നബീന്റെ ഈ സന്ദർശനം. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, കോർ കമ്മിറ്റി യോഗത്തിന് പുറമെ മറ്റെന്തെല്ലാം പരിപാടികളാണ് അദ്ദേഹത്തിനുള്ളത് കേരളത്തിൽ? കേരളത്തിൽ ആദ്യമായിട്ട് എത്തുന്ന BJP ദേശീയ അധ്യക്ഷനെ സ്വീകരിക്കാൻ വലിയ ആഘോഷ പരിപാടികൾ തന്നെയാണ് പാർട്ടി നേതൃത്വം ഒരുക്കിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇപ്പോൾ ഈ ചെണ്ടക്കൊട്ട് ഉൾപ്പെടെ ഇവിടെ സജ്ജമായിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ആഘോഷമാക്കി തന്നെയാണ്, ഉജ്ജ്വലമായിട്ടുള്ള സ്വീകരണം തന്നെയാണ് പാർട്ടി നേതൃത്വം ഒരുക്കി വെക്കുന്നത്. വഞ്ചിച്ചു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സ്വീകരിക്കേണ്ട നിലപാടുകളിലും സംസ്ഥാന സ്ഥാനാർത്ഥി നിർണയത്തിലുമൊക്കെ ഇന്നത്തെ യോഗം ഏറെ നിർണായകമാണെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. എന്തായാലും അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിയതിനു ശേഷം 1:45 അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തുള്ളിൽ തന്നെ അദ്ദേഹം വിമാനത്താവളത്തിലെത്തും. അവിടെ പാർട്ടിയും മുന്നണി നേതാക്കളും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും. വിമാനത്താവളത്തിൽ നിന്നും താജ് ഹോട്ടൽ ഉച്ചയ്ക്ക് 2:30 BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ചേരുക. ആ യോഗത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ എടുക്കുക. അതിനുശേഷം 4 മണിക്ക് അങ്കമാലി അറ്റസ് കൺവെൻഷൻ സെന്ററിൽ എറണാകുളം, ആലപ്പുഴ ജില്ലയിലെ 6000-ഓളം വരുന്ന ബൂത്ത് പ്രസിഡന്റുമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിക്കും. നേതാക്കളെ ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം വൈകിട്ട് 5:30 പാലാരിവട്ടത്തെ റിഡേ ഹോട്ടലിൽ അദ്ദേഹം BJP സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും മോർച്ച അധ്യക്ഷന്മാരുടെയും യോഗത്തിൽ പങ്കെടുക്കും. 6:30 ശേഷം NDA സംസ്ഥാന നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയും അവരോടൊപ്പം അത്താഴ വിരുന്നിനും പങ്കെടുക്കും. രാത്രി 8:15 അദ്ദേഹം എളമക്കരയിലെ RSS സംസ്ഥാന കാര്യാലയത്തിൽ സന്ദർശനം നടത്തുക. അതിനുശേഷം നാളെ രാവിലെ 7:45 കാലടിയിലെ ആദിശങ്കര ജന്മഭൂമി
സന്ദർശിച്ച ശേഷം തൃശൂരിലേക്ക് പുറപ്പെടും. 10-ന് ചുമരെഴുത്ത് നടത്തിയതിനു ശേഷം 10:30 തൃശൂരിലെ ഹോട്ടൽ ഹയാത്ത് വെച്ച് കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച് ഉള്ള ചർച്ചകൾ നടത്തുക. 12:25 തൃശൂർ സിറ്റി ജില്ലാ BJP ഓഫീസിൽ അദ്ദേഹം ഈ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും, ചർച്ച നടത്തും. 10:10 തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ ഭാരവാഹികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തിരിച്ച് കൊച്ചിയിലേക്ക് എത്തി അവിടെ നിന്നായിരിക്കും ഡൽഹിയിലേക്ക് പുറപ്പെടുക. അങ്ങനെ 2 ദിവസത്തെ നിർണായകമായിട്ടുള്ള പല ചർച്ചകളും എറണാകുളവും തൃശൂർ ജില്ലകളിലായിട്ട് അദ്ദേഹം നടത്തും. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ സീറ്റ് ഉറപ്പിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അതിനുവേണ്ടി മികച്ച സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുക എന്നൊരു ദൗത്യത്തിന് കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അല്പസമയത്തിനകം BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ എത്തും. ദേശീയ അധ്യക്ഷനായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ കേരള സന്ദർശനം കൂടിയാണ് ഇത്. ഔദ്യോഗിക പരിപാടി അദ്ദേഹത്തിന് പാർട്ടി പരിപാടികൾ ഉണ്ട്. പാർട്ടിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ന് വൈകിട്ട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ചർച്ച കൂടി BJP യോഗങ്ങളിൽ നടത്തുവാൻ വേണ്ടിയാണ് നിതിൻ നബീൻ കേരളത്തിലേക്ക് എത്തുന്നത്. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം 5 ആക്കും. ചീഫ് സെക്രട്ടറി വിളിച്ച ചർച്ചയിൽ സർവീസ് സംഘടനകളുടെ നിർദ്ദേശത്തോട് സർക്കാർ യോജിപ്പ് പ്രകടിപ്പിച്ചു. ഇതോടെ സർക്കാർ ജീവനക്കാർക്ക് ശനിയും ഞായറും അവധി ദിനങ്ങൾ ആയിരിക്കും. ജോലി സമയം 1 മുതൽ 1.25 മണിക്കൂർ വരെ കൂട്ടും. കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുകയാണ്. സാരംഗ്, ഏറെ വർഷങ്ങളായുള്ള സർക്കാർ ജീവനക്കാരുടെ ആവശ്യമാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുൻപ് തന്നെ ഇത് ഉത്തരവായി മാറുവാനാണോ ഇപ്പോൾ സാധ്യതയുള്ളത്? എന്താണ് ഇന്നത്തെ യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ? മഞ്ജുഷ, തീർച്ചയായും. കാരണം ഈ ഒരു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുൻപ് തന്നെ ഇതിൽ സർക്കാർ തീരുമാനമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു തവണ മാറ്റിവെച്ച ഒരു ചർച്ചയാണ് ഇന്ന് എല്ലാ സർവീസ് സംഘടനകളുമായി ചേർന്നുകൊണ്ട് ഓൺലൈനായി ചീഫ് സെക്രട്ടറി നടത്തിയത്. ആ യോഗത്തിൽ ഈ ഒരു തീരുമാനം, അതായത് പ്രവൃത്തി ദിവസം 5 ചുരുക്കുന്നതിനെ ഐക്യകണ്ഠേന എല്ലാ സർവീസ് സംഘടനകളും യോജിച്ച് തന്നെ തീരുമാനമെടുത്തു. പക്ഷേ ഇതിൽ, അതായത് പൊതു അവധികളിലും മറ്റും കാഷ്വൽ ലീവ് അടക്കം ഉള്ളതിൽ ലീവുകളിൽ കുറവ് വരുത്താൻ പാടില്ല. അതിൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സർക്കാരുമായി ചേർന്ന് ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കേണ്ടതുള്ളതുകൊണ്ട് ആ കാര്യത്തിൽ ചീഫ് സെക്രട്ടറി സർക്കാരുമായി ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ജോലി സമയത്തിൽ 1 മണിക്കൂറിലധികം, 1 മണിക്കൂർ മുതൽ 1.25 മണിക്കൂർ വരെ അധികം ജോലി ചെയ്യേണ്ടി വരും. അത് രാവിലെയും വൈകുന്നേരവുമായി ക്രമീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഭരണപരിഷ്കാര കമ്മീഷനും ശമ്പള കമ്മീഷനും ശുപാർശ ചെയ്തിരുന്നു ഈ ഒരു പ്രവൃത്തി മണിക്കൂറുകൾ വർദ്ധിപ്പിച്ചതിന് ശേഷം ഈ ഒരു ശനിയും ഞായറും അവധി നൽകാനുള്ള ഒരു നിർദ്ദേശം ഈ 2 ശമ്പള കമ്മീഷനും ഒപ്പം തന്നെ ഭരണപരിഷ്കാര കമ്മീഷനും മുൻപ് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി സർവീസ് സംഘടനകളുമായി ചർച്ച നടത്തിയത്. എന്ത് തന്നെയായാലും സർക്കാരിന്റെ നിലപാടിൽ കൂടുതൽ നിർണായകമാണ്. ആ സർക്കാരിന്റെ തീരുമാനം കൂടി വന്നതിന് ശേഷമായിരിക്കും ഇതിൽ ഒരു പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുന്നേ തീരുമാനം ഉണ്ടാവുക. ശരി, ഇനി ആ തീരുമാനം കൂടി മാത്രമേ വരാൻ ബാക്കിയുള്ളൂ. പ്രതിപക്ഷ ഭേദമന്യേ എല്ലാ സർവീസ് സംഘടനകളും ഒരേ അഭിപ്രായത്തിൽ എത്തിയിരുന്നു. 5 ആക്കി സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം കുറയ്ക്കണമെന്ന്, ശനിയും ഞായറും അവധിയായിരിക്കണം എന്നുള്ള കാര്യം. ഇതിലാണ് ഇപ്പോൾ ഒരു തീരുമാനം ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ഇത് ഉത്തരവായിട്ട് എന്ന് പുറത്തു വരും എന്നേ ഇനി അറിയുവാൻ ബാക്കിയുള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മുന്നിൽ ഹാജരായി. ജാമ്യ വ്യവസ്ഥകൾ പ്രകാരമാണ് ഹാജരാകുന്നത്. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകണം എന്നതാണ് ജാമ്യ വ്യവസ്ഥ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ EDയും ചോദ്യം ചെയ്യും. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി തിങ്കളാഴ്ച വാദം കേൾക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ അന്വേഷണത്തിൽ ആശങ്കയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിലുപരി കേരളത്തിൽ വർഗീയതയെ കുഴിച്ചുമൂടലായിരിക്കും പ്രധാന ലക്ഷ്യം. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നൽകിയാൽ സ്വീകരിക്കുമെന്നും മതരാഷ്ട്രവാദം ഇല്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്നും VD സതീശൻ വ്യക്തമാക്കി. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടുക. ഒരു ഇനി വിശദമായ കുറ്റപത്രം വേണ്ട, ഒരു പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഈ പ്രതികൾ പുറത്തിറങ്ങില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ വളരെ വ്യക്തമായി മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ച അവരുടെ നിലപാട് വ്യക്തമായി പറഞ്ഞു. അവർ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും ഒരു സംസ്ഥാനത്തും അത്തരമൊരു നിലപാട് ഞങ്ങൾക്കില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 40 വർഷം, 4 പതിറ്റാണ്ട് കാലം ഇതൊക്കെ ഉപേക്ഷിക്കാത്ത കാലത്ത്
ഈ വാദം അവർക്കുള്ള കാലത്ത് അവർ CPM-ൻ്റെ കൂടെ ആയിരുന്നു. CPM-ൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർ മതേതരവാദികൾ, CPM-നെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ വർഗീയവാദികൾ. ആ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അവർക്കിപ്പോൾ ക്ലാരിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവർ വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് ഉപേക്ഷിച്ച ആളുകളെ ഞങ്ങൾ പിന്തുണച്ച. സ്വർണ്ണക്കൊള്ള കേസിൽ SITയെ വിമർശിച്ച് രമേശ് ചെന്നിത്തല. വൈകാതെ CPM നേതാക്കളും ജയിൽ മോചിതരാകും. കുറ്റപത്രം വൈകാൻ കാരണം മുഖ്യമന്ത്രിയാണ്. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാനുള്ള കാരണം സർക്കാരും SITയുമാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. അമേരിക്ക ഇറാൻ സംഘർഷം പരിഹരിക്കാനുള്ള ആണവ ചർച്ച ഒമാനിലെ മസ്കറ്റിൽ തുടങ്ങി. ഖത്തർ, തുർക്കി, ഈജിപ്ത് എന്നിവരുടെ മധ്യസ്ഥതയിലാണ് ചർച്ച. ആദ്യം ഇറാൻ, ഒമാൻ മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയാണ്. US ആവശ്യപ്പെടുന്ന പോലെ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ലെന്നാണ് ഇറാന്റെ പക്ഷം. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്താനും ഇറാൻ ഒരുക്കമല്ല. അതേസമയം നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെട്ടാൽ യുദ്ധമുണ്ടായാലും നേരിടാൻ സജ്ജമാണെന്ന് ഇറാൻ സൈന്യം പ്രതികരിച്ചു. ചർച്ച പരാജയപ്പെട്ടാൽ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി. ഇറാന്റെ സായുധ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡിനെ യൂറോപ്യൻ യൂണിയന് പിന്നാലെ അർജന്റീനയും ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. ഇതിനിടെ ഇറാനിൽ താമസിക്കുന്ന പൗരന്മാരോട് രാജ്യം വിട്ടു പോകണമെന്ന് കർശന നിർദ്ദേശം നൽകി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും. ഇറാനിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമാണെന്നും ഏത് നിമിഷവും കാര്യങ്ങൾ കൈവിട്ടു പോകാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഇറാനിലെ വിർച്വൽ US എംബസി വഴിയാണ് ഈ അടിയന്തര ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ആദായനികുതി വെട്ടിപ്പ് കേസിൽ TVK അധ്യക്ഷൻ നടൻ വിജയ്ക്ക് തിരിച്ചടി. ആദായനികുതി വകുപ്പ് ചുമത്തിയ 1.5 കോടി രൂപ പിഴ വിജയ് അടയ്ക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. 2016-17 വർഷത്തെ വരുമാനത്തിൽ 15 കോടി രൂപ കാണിച്ചില്ലെന്നാണ് കേസ്. പുലി സിനിമയിൽ നിന്ന് കിട്ടിയ വരുമാനമാണ് മറച്ചുവെച്ചത്. ഇതിന് ആദായനികുതി വകുപ്പ് 1.5 കോടി രൂപ പിഴയിട്ടതിനെതിരെ വിജയ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മണ്ഡലം സംബന്ധിച്ച് വിജയ് സൂചന നൽകി. വിക്രവാണ്ടി, വിരുഗമ്പാക്കം, വേളാച്ചേരി, നാഗപട്ടണം ഇവയിൽ ഒന്നായിരിക്കും. തമിഴ് സിനിമാ ലോകത്തെ അനിഷേധ്യനായ നായകനായി വളർന്ന വിജയ് എന്ന നടൻ തൻ്റെ രാഷ്ട്രീയ പ്രവേശനം കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് പഴയൊരു നിയമക്കുരുക്ക് അദ്ദേഹത്തെ തേടിയെത്തുന്നത്. 2015 പുറത്തിറങ്ങിയ പുലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിൻ്റെ നിർമ്മാണ വേളയിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ അപാകതയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആദായനികുതി വകുപ്പ് ചുമത്തിയ 1.5 കോടി രൂപയുടെ പിഴയാണ് മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൻ്റെ തുടക്കം 2015 സെപ്റ്റംബറിലാണ്. പുലി എന്ന സിനിമയുടെ റിലീസിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ നടൻ വിജയ്, നിർമ്മാതാക്കളായ ഷിബു തമീൻസ്, അതുപോലെ PT സെൽവകുമാർ എന്നിവരുടെ വീടുകളിലും ഓഫീസുകളിലും ആദായനികുതി വകുപ്പ് വ്യാപകമായ റെയ്ഡുകൾ നടത്തിയിരുന്നു. സിനിമയുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച കോടിക്കണക്കിന് രൂപയുടെ സ്രോതസ്സിനെക്കുറിച്ചും താരങ്ങൾക്ക് നൽകിയ പ്രതിഫലത്തെക്കുറിച്ചും വകുപ്പിന് ചില രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു. റെയ്ഡിന് ശേഷം നടത്തിയ പരിശോധനകളിൽ ആദായനികുതി റിട്ടേൺ കാണിക്കാത്ത വരുമാനവും നിക്ഷേപങ്ങളും കണ്ടെത്തുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയ്ക്കെതിരെ പിഴ ചുമത്താൻ വകുപ്പ് തീരുമാനിച്ചത്. വരുമാനം മറച്ചുപിടിക്കുന്നത് ഗുരുതരമായ നിയമലംഘനമാണെന്നും ഇത് സാമ്പത്തിക വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടിയിരുന്നു. തനിക്ക് ചുമത്തിയ പിഴ ന്യായമല്ലെന്നും നിയമവിരുദ്ധമാണെന്നും വാദിച്ചുകൊണ്ട് വിജയ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. ആദായനികുതി വകുപ്പിന്റെ നടപടിയിൽ വ്യക്തതയില്ലെന്നും താൻ കൃത്യമായി നികുതി അടയ്ക്കുന്ന വ്യക്തിയാണെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളിൽ ആദായനികുതി വകുപ്പ് ശക്തമായ തെളിവുകൾ നിരത്തി. പുലി സിനിമയുടെ പ്രതിഫലമായി ലഭിച്ച തുകയിൽ ഒരു ഭാഗം രേഖകളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും ഇത് മനഃപൂർവ്വം നികുതി വെട്ടിക്കാനാണെന്നും വകുപ്പ് വാദിച്ചു. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനം അത് എത്ര ചെറുതായാലും വലുതായാലും കൃത്യമായി വെളിപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സമൂഹത്തിന് മാതൃകയാകേണ്ട കലാകാരന്മാർ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്ന നിരീക്ഷണവും ഇതിനിടയിൽ ഉയർന്നു വന്നു. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നികുതി നിർണ്ണയത്തിലെ സുതാര്യതയാണ്. സിനിമ പോലെയുള്ള മേഖലകളിൽ പ്രതിഫലം പലപ്പോഴും പണമായും അല്ലാതെയുമുള്ള കൈമാറ്റങ്ങളിലൂടെയാണ് നടക്കാറുള്ളത്. ഇത് പലപ്പോഴും കൃത്യമായ കണക്കുകളിൽ വരാത്തത് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കാരണമാകാറുണ്ട്. വിജയിയുടെ കാര്യത്തിൽ ആദായനികുതി വകുപ്പ് കണ്ടെത്തിയ അപാകതകൾ തിരുത്താൻ അദ്ദേഹത്തിന് മതിയായ സമയം നൽകിയിരുന്നതായും എന്നാൽ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ലെന്നുമാണ് കോടതി നിരീക്ഷിച്ചത്. പിഴ ചുമത്തുന്നതിന് മുമ്പ് പാലിക്കേണ്ട എല്ലാ നിയമപരമായ നടപടികളും ആദായനികുതി വകുപ്പ് പാലിച്ചിട്ടുണ്ടെന്നും അതിനാൽ ഇതിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും കോടതി വ്യക്തമാക്കുകയായിരുന്നു. വിജയിയെ സംബന്ധിച്ചിടത്തോളം ഈ 1.5
കോടി രൂപ എന്നത് സാമ്പത്തികമായി വലിയൊരു ബാധ്യതയല്ലായിരിക്കാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിനും രാഷ്ട്രീയ ഇമേജിനും ഇതൊരു കറയായി മാറാൻ സാധ്യതയുണ്ട്. അഴിമതിക്കെതിരെയും സുതാര്യതയ്ക്കെതിരെയും വേണ്ടി സംസാരിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ വിജയ്ക്ക് ഈ കേസിൽ ഒരു തിരിച്ചടി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ നിയമപരമായ നീക്കങ്ങൾ വിജയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. ഒരുപക്ഷെ ഇതിനെതിരെ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചേക്കാം. എന്നാൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ വ്യക്തമായതുകൊണ്ട് തന്നെ മേൽക്കോടതികളിൽ നിന്ന് വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാനുമാവില്ല. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെതിരെയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ തുടർച്ചയായ 5ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധമായി. സഭ സമ്മേളിച്ച ഉടനെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ബഹളം തുടർന്നതോടെ ലോക്സഭ തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. ഇതോടെ ബജറ്റ് ചർച്ച തുടങ്ങാനായില്ല. പ്രതിപക്ഷത്തിനെതിരെ വിമർശനവുമായി സ്പീക്കർ ഓം ബിർള രംഗത്തെത്തി. ബഹളത്തെ തുടർന്ന് സഭയുടെ 19 മണിക്കൂർ 13 മിനിറ്റ് പാഴായതായി സ്പീക്കർ വിമർശിച്ചു. ബഹളത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. सदन का समय बर्बाद हुआ है। 140 करोड़ जनता की अपेक्षा रहती है सदन चले, चर्चा हो, संवाद हो, लेकिन आप सभागृह की मर्यादाओं को समाप्त कर रहे हैं और देश की जनता सदन को चलती हुई देखना चाहती है। आपसे भी ये अपेक्षा करती है। पोस्टर और नारेबाजी के लिए आपको नहीं भेजा है, आपको चर्चा के लिए भेजा है। अगर आप सदन नहीं चलाना चाहते, नियोजित तरीके से गतिरोध पैदा करना चाहते हैं, सभागृह की मर्यादाओं को समाप्त करना चाहते हैं, സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ സംഘർഷമുണ്ടായ മണിപ്പൂരിൽ അതീവ ജാഗ്രത. ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർ സർക്കാരിൽ നിന്ന് പിന്മാറാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് കുക്കി സംഘടനകൾ. 2 കുക്കി സംഘടനകൾ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ ചുരാചന്ദ്പൂർ ജില്ലയിൽ ജനജീവിതത്തെ ബാധിച്ചു. മാർക്കറ്റുകൾ അടഞ്ഞുകിടക്കുകയാണ്. വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും ഹാജർ കുറവാണ്. സംഘർഷം കണക്കിലെടുത്ത് കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ്. CPM-മായി ഇത്തവണ സഖ്യമോ ധാരണയോ ഉണ്ടാകില്ല. ഡൽഹിയിൽ നടന്ന ചർച്ചയിലാണ് ഈ തീരുമാനം. ഭാവി മുന്നിൽ കണ്ടുള്ള തീരുമാനമാണെന്നും പാർട്ടിയെ താഴെത്തട്ടിൽ സജ്ജമാക്കേണ്ടതുണ്ടെന്നും നേതാക്കൾ പ്രതികരിച്ചു. 2016-ൽ ധാരണ കൊണ്ട് കോൺഗ്രസിന് നേട്ടമുണ്ടായെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിലും ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മേഘാലയയിലെ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മരണം 18ആയി. ഈസ്റ്റ് ജയന്തിയ ഹിൽസ് ജില്ലയിലെ കൽക്കരി ഖനിയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ അപകടമുണ്ടായത്. മരിച്ചവരിലേറെയും അസമിൽ നിന്നുള്ള തൊഴിലാളികൾ എന്നാണ് വിവരം. കൽക്കരി ഖനി അനധികൃതമായാണ് പ്രവർത്തിച്ചിരുന്നതെന്നും റിപ്പോർട്ടുണ്ട്. സംഭവത്തിൽ മേഘാലയ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഉന്നതാധികാര സമിതി അംഗവും മലങ്കര സുറിയാനി ജ്ഞാനായ സമുദായ സെക്രട്ടറിയുമായ ടി.ഒ. എബ്രഹാമിനെ അഴിമതി കേസിൽ ശിക്ഷിച്ച നടപടി ഹൈക്കോടതി ശരിവെച്ചു. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയുടെ വിധിയാണ് ഹൈക്കോടതി ശരിവെച്ചത്. കുലശേഖരം ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ കരാറുകാരനാണ് ടി.ഒ. എബ്രഹാം. ചെന്നൈയിൽ നടന്ന രാസലഹരി മരുന്ന് വേട്ടയിൽ മലയാളി യുവനടി അഞ്ജു കൃഷ്ണയടക്കം 8 പേർ അറസ്റ്റിലായി. മെത്താംഫെറ്റമിൻ, LSD, സ്റ്റാമ്പുകൾ, കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കളുമായാണ് ഇവർ ആന്റി നർക്കോട്ടിക് ഇന്റലിജൻസ് യൂണിറ്റിന്റെ പിടിയിലായത്. മോഡലിംഗിലൂടെ കരിയർ തുടങ്ങിയ അഞ്ജു വെള്ളിമലൈ എന്ന തമിഴ് ചിത്രത്തിൽ മുഖ്യവേഷം ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ജോജു ജോർജ് സംവിധാനം ചെയ്ത ആരോ എന്ന ചിത്രത്തിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. 2023-ൽ ലഹരി കേസിൽ അഞ്ജു കൃഷ്ണ പിടിയിലായതായി വാർത്തകൾ വന്നിരുന്നെങ്കിലും അന്നവർ നിഷേധിച്ചിരുന്നു. അന്ന് പോലീസ് കേസെടുത്തിരുന്നില്ല. പാതിവില വാഹന തട്ടിപ്പിൽ AN രാധാകൃഷ്ണൻ അടക്കമുള്ള BJP നേതാക്കൾക്കെതിരെ കേസ്. പറവൂർ സ്വദേശി നൽകിയ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് 4 പേർക്കെതിരെ കേസെടുത്തത്. രാധാകൃഷ്ണനെ കൂടാതെ BJP നേതാക്കളായ സുമേഷ്, രൂപേഷ് മേനോൻ, KT ബിനീഷ് എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കൊല്ലം നെടുവത്തൂരിൽ ചുരിദാർ ധരിച്ചെത്തിയതിന് പ്രധാനാധ്യാപികയെ തടഞ്ഞ സംഭവത്തിൽ
മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. നെടുവത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. സംഭവത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ പുറത്താക്കി സ്കൂൾ മാനേജ്മെന്റ് ഒഴിഞ്ഞുമാറുകയാണെന്നും മാനേജ്മെന്റിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും മഹിളാ മോർച്ച ആവശ്യപ്പെട്ടു. സംഭവത്തിൽ നെടുവത്തൂർ ഈശ്വരവിലാസം ഹൈസ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനെ സ്കൂൾ മാനേജ്മെന്റ് പുറത്താക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രധാനാധ്യാപിക സിന്ധുവിനെ ചുരിദാർ ധരിച്ചെത്തിയതിന്റെ പേരിൽ ഗേറ്റിൽ തടഞ്ഞത്. തദ്ദേശീയമായ കാർഷിക വൈവിധ്യങ്ങളും ഇക്കോ ടൂറിസം സാധ്യതകളും ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കാൻ നടപടി. പാലക്കാട് നെല്ലിയാമ്പതിയിൽ നാച്ചുറൽ 26 ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി. 5 ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് നടക്കുന്നത്. ഫെബ്രുവരി 9 വരെ സർക്കാർ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പ്രാദേശിക കൂട്ടായ്മകളും ചേർന്നാണ് നാച്ചുറ 26 ടൂറിസം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. സാധാരണക്കാർക്ക് പോളി ഹൗസ് ഫാമിംഗ്, ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്, വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി, ഹൈ ഡെൻസിറ്റി ഫാമിംഗ് എന്നിവയുടെ കൂടുതൽ വിവരങ്ങൾ ഇതുവഴി അടുത്തറിയാനാകും. സ്ട്രോബെറി, പാഷൻ ഫ്രൂട്ട്, ഓറഞ്ച് തോട്ടങ്ങൾക്കൊപ്പം ശീതകാല പച്ചക്കറി പ്ലോട്ടുകളും മേളയുടെ ആകർഷണമാണ്. ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ് കൃഷിരീതികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. നെല്ലിയാമ്പതിയിലെ സർക്കാർ ഫാമിൽ സജ്ജമാക്കുന്ന വേദിയിൽ കാർഷിക പ്രദർശനവും വിപണനമേളയും അരങ്ങേറും. സെമിനാറുകൾ, ശില്പശാലകൾ, വിദ്യാർത്ഥികൾക്കും കർഷകർക്കുമായി സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരങ്ങൾ എന്നിവയും മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. കുട്ടികൾക്കായി ചിത്രരചനയും ഉപന്യാസ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. വോളിബോൾ, വടംവലി തുടങ്ങിയ കായിക മത്സരങ്ങളും എല്ലാ ദിവസവും വൈവിധ്യമാർന്ന കലാപരിപാടികളോടെയുള്ള കലാസന്ധ്യയും മേളയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതാണ്. ന്യൂസ് 18 പാലക്കാട്. ഈ സ്വർണം വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,965, പവന് 1,11,720 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,545, പവന് 92,360 രൂപ. വെള്ളി ഗ്രാമിന് 275 രൂപ, കിലോയ്ക്ക് 2,75,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.